ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 20-ാം തീയതി LDC മെയിൻസ് പരീക്ഷ എഴുതുന്നവർക്കും LGS മെയിൻസ് പരീക്ഷ എഴുതുന്നവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചലനവും ചലന നിയമങ്ങളും എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ നവംബർ 11-ാം തീയതി നടന്ന പരീക്ഷയ്ക്ക് ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇനി വരുന്ന പരീക്ഷയ്ക്കും ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നല്ലതുപോലെ പഠിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ചലനവും ചലന നിയമങ്ങളും. ആദ്യം തന്നെ ബലത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ബലം എന്ന് പറയുന്നത് എന്താണ്? ഒരു സദിശ അളവാണ്. ഓക്കെ, ബലം എന്ന് പറയുന്നത് എന്താണ്? ഒരു സദിശ അളവാണ്. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണിത ബലം 0 പ്രയോഗിക്കപ്പെട്ട ബലം അറിയപ്പെടുന്നത് സന്തുലിത ബലം. ഓക്കെ, സന്തുലിത ബലം എന്താണ്? ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണിത ബലം 0 പ്രയോഗിക്കപ്പെട്ട ബലം അറിയപ്പെടുന്നതാണ് സന്തുലിത ബലം. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിവില്ലാത്ത ബലമാണ് സന്തുലിത ബലം. ഓക്കെ, നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിവില്ലാത്ത ബലമാണ് സന്തുലിത ബലം. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യുന്നതിന് കാരണമാകുന്ന ബലമാണ് അസന്തുലിത ബലം. അപ്പോൾ എന്താണ് അസന്തുലിത ബലം? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യുന്നതിന് കാരണമാകുന്ന ബലമാണ് അസന്തുലിത ബലം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, ഒരു വാഹനത്തിൽ നിന്നുകൊണ്ട് ആ വാഹനത്തെ തള്ളി നീക്കാൻ ശ്രമിച്ചാലോ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് മുകളിലേക്ക് ബലം പ്രയോഗിച്ചാലോ ചലനം സംഭവിക്കുന്നില്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഒരു വാഹനത്തിൽ നിന്നുകൊണ്ട് ആ വാഹനത്തെ തള്ളി നീക്കാൻ ശ്രമിച്ചാൽ പറ്റുമോ? ഇല്ല. ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് മുകളിലോട്ട് ബലം പ്രയോഗിച്ചാൽ ചലനം സംഭവിക്കുമോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല. ഓക്കെ, നമ്മൾ ഇരിക്കുന്നതിൽ തന്നെ നമ്മൾ പ്രയോഗിക്കുന്ന ബലം കൊണ്ട് അതിനെ നമുക്ക് ചലിപ്പിക്കാൻ കഴിയില്ല. ഓക്കെ, അടുത്തത്, ഒരു വസ്തു ചലിക്കണമെങ്കിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കണം. നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ ചലിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ പുറത്തു നിന്നൊരു ഫോഴ്സ് അല്ലെ, ബാഹ്യബലം, ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിച്ചാൽ മാത്രമാണ് ഒരു വസ്തു ചലിക്കത്തുള്ളൂ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. അല്ലെ, നമ്മളൊരു ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് അങ്ങോട്ട് ഉരുണ്ടു പോകുന്നതിന് വീണ്ടും നമ്മൾ ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് എന്താവശ്യമില്ല? അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. സമത്വരണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിന്റെ വർഗത്തിന് നേർ അനുപാതത്തിലാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. ഓക്കെ, സമത്വരണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിന്റെ വർഗത്തിന് നേർ അനുപാതത്തിലാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ന്യൂട്ടന്റെ ചലന നിയമങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, ന്യൂട്ടന്റെ 1ാം ചലന നിയമം എന്താണ് പറയുന്നത്? അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തുവും അതിൻ്റെ സ്ഥിരാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുന്നതാണ്. ഓക്കെ, അസന്തുലിതമായൊരു ബാഹ്യബലം, നമ്മൾ പുറത്തു നിന്നൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വരെ ഒരു വസ്തുവും അതിൻ്റെ സ്ഥിരാവസ്ഥയിൽ അല്ലെങ്കിൽ നേർരേഖ സമചലനത്തിലോ തുടരുന്നതാണ് എന്നുള്ളതാണ് 1ാം ചലന നിയമം. ഇനി ന്യൂട്ടന്റെ 2ാം ചലന നിയമം പറയുന്നത് എന്താണ്? ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലും അതേ ദിശയിലുമായിരിക്കും. ഓക്കെ, അതായത് ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്കെന്ന് പറയുന്നത് നമ്മൾ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലാണ്. അസന്തുലിത ബാഹ്യബലം കൂടുന്ന സമയത്ത് ആക്കവും കൂടും. നേരനുപാതം എന്ന് പറഞ്ഞാൽ അതാണ്, ഒന്ന് കൂടുമ്പോൾ അടുത്തതും കൂടും എന്നുള്ളതാണ്. ഓക്കെ, F=ma എന്ന് പറയുന്ന ഇക്വേഷൻ ഓർത്തിരിക്കുക. അടുത്തത് 3ാം ചലന നിയമം പറയുന്നത് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സ്റ്റാരി മെസ്സഞ്ചർ, ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ്, ലെറ്റേഴ്സ് ഓൺ സൺസ്പോട്സ് തുടങ്ങിയ പുസ്തകങ്ങൾ രചിച്ചത് ആര്? ഇതിൽ ഏതെങ്കിലും ഒരു പുസ്തകം തന്നിട്ട് ഇത് ആരുടെയാണ് എന്ന് ചോദിക്കാം. സ്റ്റാരി മെസ്സഞ്ചർ, ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ്, ലെറ്റേഴ്സ് ഓൺ സൺസ്പോട്സ് എന്നീ പുസ്തകങ്ങൾ ആരുടേതാണ്? ഗലീലിയോ ഗലീലിയുടേതാണ്. ഗലീലിയോ ഗലീലി രചിച്ച ആദ്യ ശാസ്ത്ര പുസ്തകം ഏതാണ്? ദി ലിറ്റിൽ ബാലൻസ് ആണ് കേട്ടോ, ദി ലിറ്റിൽ ബാലൻസ്. ഓക്കെ,
അടുത്തത് നോക്കുക, ജഡത്വമാണ്. ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ല. ഇത് തന്നെയാണ് നമ്മൾ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമത്തിൽ പറയുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് എന്തറിയപ്പെടുന്നത്, ജഡത്വ നിയമം എന്നും കൂടെ അറിയപ്പെടുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ജഡത്വം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ല. ആ കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറയുന്നത്. ഉദാഹരണം, നമുക്ക് ഉദാഹരണം തന്നിട്ട് അത് എന്തിന് എക്സാമ്പിളാണ് എന്നുള്ളതാണ് ചോദിക്കുക. ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയില്ല അല്ലേ. ഓടി വന്നതും അവിടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ദൂരവും കൂടെ ഓടും. അതാണ് എന്ത്, ജഡത്വം എന്ന് പറയുന്നത്. ഇനി നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ അഥവാ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ നമ്മൾ നിശ്ചല ജഡത്വം എന്ന് പറയുന്നു. ഓക്കെ, അതായത് എക്സാമ്പിളാണ്, മാവിൻ്റെ കൊമ്പ് കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ അടർന്നു വീഴുക ചെയ്യുന്നത്. ഓക്കെ, ഒരു വസ്തുവിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ജഡത്വത്തിന് എന്ത് സംഭവിക്കുന്നു, ജഡത്വവും കൂടുന്നു. ഓക്കെ, മാസ് കൂടുമ്പോൾ ജഡത്വവും കൂടുകയാണ് ചെയ്യുന്നത്. ഇതിന് വേറൊരു എക്സാമ്പിളാണ് ജഡത്വത്തിന്. നമ്മൾ ബസ് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ യാത്രക്കാർ പുറകിലോട്ട് ചായുന്നത് എന്തിന് എക്സാമ്പിളാണ്, ജഡത്വത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, എക്സാമ്പിൾ തന്നിട്ട് ചിലപ്പോൾ ചോദിക്കാം, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അടുത്തത് ആക്കം അല്ലെങ്കിൽ മൊമെൻ്റമാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം. ആക്കം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ്, ബലത്തെ പോലെ ഒരു സദിശ അളവാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസും പ്രവേഗവും കൂടുമ്പോൾ അവയ്ക്ക് ഉളവാക്കാൻ കഴിയുന്ന ആഘാതവും കൂടുന്നു. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസും പ്രവേഗവും കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അവയ്ക്ക് ഉളവാക്കാൻ കഴിയുന്ന ആഘാതവും കൂടുന്നുണ്ട്. ഈ സവിശേഷ ഗുണമാണ് ആക്കം എന്ന് പറയുന്നത്. ആക്കത്തിൻ്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു പ്രവേഗം. ഈ ഭാഗത്ത് നിന്നും 11-ാം തീയതിക്ക് നമുക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, രണ്ട് ബസ്സുകളുടെ വെയിറ്റ് അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള വെയിറ്റ് തന്നിട്ട് ഏതിനാണ് ആക്കം കൂടുതൽ എന്ന് ചോദിച്ചു. അപ്പോൾ കൂടുതൽ വെയിറ്റ് ഉള്ളതിന്, കൂടുതൽ മാസ് ഉള്ളതിനായിരിക്കും കൂടുതൽ ആക്കം ഉണ്ടാവുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കാരണം എന്താണ്, ആക്കം എന്ന് പറയുന്നത് മാസ് അല്ലെ വെയിറ്റിനോട് നേർ അനുപാതത്തിലാണ്. വെയിറ്റ് മാസ് കൂടുന്ന സമയത്ത് ആക്കം കൂടും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ബലത്തിൻ്റെ യൂണിറ്റ് ഓർത്തിരിക്കുക, ന്യൂട്ടൺ ആണ്. ഓക്കെ, അടുത്തത് നോക്കുക, ചെറിയ ഒരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലത്തെയാണ് ആവേഗം എന്ന് പറയുന്നത്, ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയൊരു സമയത്തേക്ക് വേണ്ടി പ്രയോഗിക്കുന്ന വലിയ ബലത്തെയാണ് ആവേഗം എന്ന് പറയുന്നത്. ആവേഗം സമം ബലം ഇൻറ്റു സമയമാണ്. ഓക്കെ, ആവേഗം സമം ബലം ഇൻറ്റു സമയം. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസം അതിൽ അനുഭവപ്പെടുന്ന ആവേഗത്തിന് തുല്യമായിരിക്കും എന്ന് കാണിക്കുന്ന സമവാക്യമാണ് ആവേഗം ഈസ് ഈക്വൽ ടു mv മൈനസ് mu. ഓക്കെ, ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസം അതിൽ അനുഭവപ്പെടുന്ന ആവേഗത്തിന് എങ്ങനെയായിരിക്കും, തുല്യമായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആക്ക വ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാൻ എടുക്കുന്ന സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ആക്ക വ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം എന്തിനാണ്, അത് പ്രയോഗിക്കുവാൻ എടുക്കുന്ന സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഐസിന് മുകളിൽ നിന്ന് വണ്ടി തള്ളിയാൽ നീങ്ങാത്തതിന് കാരണം, ഓക്കെ, ഐസിന് മുകളിൽ നിന്ന് വണ്ടി തള്ളിയാൽ നീങ്ങാത്തതിന് കാരണം എന്താണ്, ഐസിൽ നിന്ന് പ്രതിപ്രവർത്തനം ലഭിക്കാത്തത് കൊണ്ടാണ്. ഐസിൽ നിന്നും പ്രതിപ്രവർത്തനം ലഭിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. രണ്ട് വസ്തുക്കൾ തമ്മിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഒരു ബലത്തിന് വിപരീതമായ ദിശയിൽ രണ്ടാമത്തെ വസ്തുവിൽ ഉളവാകുന്ന ബലമാണ് പ്രതിപ്രവർത്തനം. ഓക്കെ, രണ്ട് വസ്തുക്കൾ തമ്മിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഒരു ബലത്തിന്, അതായത് ആ പ്രവർത്തനത്തിന് വിപരീതമായ ദിശയിൽ രണ്ടാമത്തെ വസ്തുവിൽ ഉളവാകുന്ന ബലമാണ് എന്ത്, പ്രതിപ്രവർത്തനം എന്ന് പറയുന്നത്. ഒരു ബാഹ്യബലം ഇല്ലെങ്കിൽ ഒരു വ്യൂഹത്തിൻ്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും എന്ന് പറയുന്ന നിയമം, ആക്ക സംരക്ഷണ നിയമം ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത്, ഒരു ബാഹ്യബലമില്ലെങ്കിൽ, നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു വ്യൂഹത്തിൻ്റെ ആകെ ആക്കം എപ്പോഴും എന്തായിരിക്കും, സ്ഥിരമായിരിക്കും എന്നുള്ള കാര്യമാണ്. അതാണ് ആക്ക സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കാം. m1 v1 പ്ലസ് m2 v2 ഇസ് ഈക്വൽ ടു m1 u1 പ്ലസ് m2 u2 എന്നുള്ളത് കേട്ടോ. അടുത്തത് വർത്തുള ചലനമാണ്. വർത്തുള ചലനം എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിൻ്റെ വൃത്തപാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. സർക്കുലാർ മോഷൻ എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിൻ്റെ വൃത്തപാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. വർത്തുള ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. എന്താണ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്? വർത്തുള ചലനത്തിലുള്ള വസ്തുവിന്, സർക്കുലർ മോഷനിലുള്ള ഒരു വസ്തുവിന്
ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള ബലമാണ് അഭികേന്ദ്ര ബലം. ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള ബലമാണ് അഭികേന്ദ്ര ബലം. അഭികേന്ദ്ര ബലവും അഭികേന്ദ്ര ത്വരണവും അനുഭവപ്പെടുന്ന എവിടേക്കാണ്? വൃത്തകേന്ദ്രത്തിലേക്കാണ് അല്ലെ. അഭികേന്ദ്ര ബലവും അഭികേന്ദ്ര ത്വരണവും അനുഭവപ്പെടുന്നത് വൃത്തകേന്ദ്രത്തിലേക്കാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അഭികേന്ദ്ര ബലത്തിന്റെ എഫ്.സിയുടെ ഇക്വേഷൻ ഓർത്തിരിക്കുക. mv²/r ആണ്. mv²/r. m നമുക്കറിയാം മാസാണ്. v എന്ന് വെച്ചാൽ പ്രവേഗം, വെലോസിറ്റി ആണ്. r എന്ന് പറയുന്നത് എന്താണ്? വൃത്തപാതയുടെ ആരമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത്തരം ചലനമാണ് സമവർത്തുള ചലനം. ഓക്കെ, അപ്പോൾ വൃത്താകൃതിയിലുള്ള ചലനമാണ് സർക്കുലർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം എന്ന് പറഞ്ഞു. വൃത്തപാതയിലൂടെ തന്നെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നെങ്കിൽ അതിനെ സമവർത്തുള ചലനം എന്ന് പറയും. പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിന്റെ ചലനം ഏതുതരം ചലനമാണെന്ന് ചോദിച്ചാൽ സമവർത്തുള ചലനത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിന്റെ ചലനം ഏതുതരം ചലനമാണ്? സമവർത്തുള ചലനമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചലനവും ചലന നിയമങ്ങളും എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ വരുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷേ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് സ്ഥിരം ചോദ്യം കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഈ പാഠഭാഗത്തിൻ്റെ PDF നമ്മൾ ടെലഗ്രാമിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെലഗ്രാമിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്.